സന്ദീപ് വാര്യരെ കോൺഗ്രസ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് വലിയ കാര്യത്തിലാണ്. കോൺഗ്രസിലെ ചില നേതാക്കൾ അദ്ദേഹത്തിന് വലിയ സ്നേഹമാണ് നൽകുന്നതും. എന്നാൽ മറ്റു ചില നേതാക്കൾ രൂക്ഷ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയർത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ KPCCയുടെ ജനറൽ സെക്രട്ടറി പദവി നൽകാൻ പോകുന്നത് കൊണ്ടാണോ ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ വിമർശനം ഉയർത്തുന്നതിന് പിന്നിലെന്നും വിലയിരുത്തലുകൾ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, സന്ദീപ് വാര്യരെ കൃത്യമായ ഒരു ലൈനിൽ നിർത്താൻ വേണ്ടി കൂടുതൽ ശ്രമിക്കുന്നതും താല്പര്യം കാണിക്കുന്നതും മുസ്ലിം ലീഗാണ്, മറ്റു ചില ഇസ്ലാമിക് ഗ്രൂപ്പുകളുമാണ്. എന്നാൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ ആകുമെന്ന തരത്തിൽ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ പിന്നിലെ പ്രധാന കാരണമെന്നത് KPCC ജനറൽ സെക്രട്ടറി എന്ന പോസ്റ്റ് സന്ദീപ് വാര്യർക്ക് നൽകാൻ പോകുന്നു എന്ന തരത്തിൽ ഒരു അന്തരീക്ഷം ആര് സൃഷ്ടിച്ചു? ഈ ചോദ്യം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതാണ്. മാത്രമല്ല, കോൺഗ്രസിന്റെ മുഖം ഇപ്പോൾ സന്ദീപ് വാര്യരിലൂടെ കാണുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. സന്ദീപ് വാര്യരുടെ ഓരോ സംസാരങ്ങളും യഥാർത്ഥത്തിൽ BJPയും RSSനെ കൂട്ടിച്ചേർക്കുകയാണ്. സോഷ്യൽ മീഡിയയിലടക്കം അദ്ദേഹം BJPയും RSSനെ വിമർശിക്കാൻ ഉപയോഗിക്കുകയാണ് എന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. അതിനെല്ലാം വേണ്ട പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ BJPയും RSSനെയും നരേന്ദ്രമോദിയും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അതേ രീതിയിലാണ് സന്ദീപ് വാര്യരുടെ ഓരോ പ്രവർത്തനങ്ങളെന്ന വിലയിരുത്തലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു നിലനിൽക്കുന്ന ചോദ്യം എന്നത്, സന്ദീപ് വാര്യർ കോൺഗ്രസിലാണ് ചേർന്നതെങ്കിലും അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ പോയത് എന്തിനെന്നാണ്. യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ നിൽക്കുന്നത് മുസ്ലിമുകളുടെ ഇടയിലാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്ലാമുകളുടെ ഇടയിൽ തീവ്രമായ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾക്കിടയിലാണ് സന്ദീപ് വാര്യരുടെ സ്ഥാനമെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. സന്ദീപ് വാര്യർ 20 വർഷത്തോളമാണ് BJPയിൽ നിന്നത്. BJPയെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി. അത്തരത്തിലൊരാൾ BJPയെ മോശമാക്കി പറയുന്നത് വലിയ പ്രക്ഷോഭത്തിലേക്ക് വഴിതെളിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത്തരത്തിൽ മോദിയെയും RSSനെയും BJPയും മോശമാക്കി പറയേണ്ടത് ആരുടെ ആവശ്യമാണെന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കേരളം യഥാർത്ഥത്തിൽ എല്ലാ തീവ്ര ഗ്രൂപ്പുകളുടെയും ഉറവിടമാണെന്ന് പറയാം. മുസ്ലിങ്ങളെയെല്ലാം ആവശ്യമില്ലാതെ സംരക്ഷിക്കുന്നതുകൊണ്ട് CPI പ്രസ്ഥാനത്തിന് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ കോട്ടം തട്ടിയിരുന്നു. ഇപ്പോഴിതാ മുസ്ലിം ലീഗ് ആവശ്യമില്ലാതെ മുസ്ലിം പ്രീണനം നടത്തുന്ന കോൺഗ്രസിനെതിരെ കുറ്റം ആരോപിക്കുമ്പോൾ ആ കുറ്റം മറയ്ക്കുന്നതിനായി BJP കുറ്റം ചുമത്തി സ്വയം മറയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതും. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, സന്ദീപ് വാര്യറിനേക്കാളും അദ്ദേഹത്തിനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കാൻ കോൺഗ്രസിന് ദേശീയ പ്രസിഡന്റിനേക്കാൾ കൂടുതൽ അതിന് കഴിയുന്നതും തങ്ങളാണെന്നതിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. പരസ്പരം ആർക്കും ഇഷ്ടമില്ലെന്നും പറയാം. യാഥാർത്ഥ്യം എന്തെന്നാൽ, സന്ദീപ് വാര്യരെ പൊളിറ്റിക്കൽ ഇസ്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിനായി പണം മുടക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അത് കൃത്യമായി ഉപയോഗിക്കുമെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. ഓരോ പാർട്ടികളും പരസ്പരം മറ്റു പാർട്ടികളെ ഭയക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. 2014 മുമ്പ് BJP 4% ഇപ്പോൾ ഏകദേശം 20% ഉയർന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ BJP ഓരോ ദിവസം കഴിയുന്തോറും വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് BJPയുടെ വളർച്ച ഇല്ലെന്ന് വരുത്തി തീർക്കാനാണ്. സന്ദീപ് വാര്യരെ കൃത്യമായി പർച്ചേസ് ചെയ്തിരിക്കുകയാണെന്ന നിഗമനങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ നിലനിൽക്കുന്നത്. ശരിക്കും പാർട്ടി വിട്ട് പലരും പോകുന്നുണ്ട്, മറ്റ് പാർട്ടികളിൽ അംഗത്വം എടുക്കുന്നുമുണ്ട്. എന്നാൽ സന്ദീപ് വാര്യരുടെ പാർട്ടി മാറ്റം വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല, സന്ദീപ് വാര്യരുടെ സംസാരങ്ങൾ എല്ലാം തന്നെ മാധ്യമങ്ങൾ വളരെയധികം വാർത്തയാക്കാറുമുണ്ട്. ഇത്തരത്തിലുള്ള നിഗമനങ്ങളും വിലയിരുത്തലുമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. എന്തായാലും തുടർന്നുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടറിയാം.